Hey, all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Full Moon Day special reading ആണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് പുതിയ ഡയറക്ഷനിലേക്ക് വരികയാണ്. ലൈഫ് പുതിയൊരു പാത്തിലേക്ക് വരികയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ എക്സൈറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ജനറൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ഫുൾ മൂണിന് നമുക്ക് എനർജറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് പല കർമ്മങ്ങൾ ക്ലിയർ ആയി പോകുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ പോകുന്ന ചില സിറ്റുവേഷൻ ആ ഒരു പാറ്റേണിന് പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. നാച്ചുറലി അതിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെഷ്യലി നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് കുറെ കാലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻ, എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ വേദന ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് മുട്ടുവേദന, ബാക്ക് പെയിൻ, ചെസ്റ്റ് പെയിൻ എന്നൊക്കെ പറഞ്ഞ് ബ്രീത്തിങ് പ്രോബ്ലം ഓർ എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻ കുറെ കാലമായിട്ടൊക്കെ പോകുന്ന, ഇതുപോലെ എന്തൊക്കെ ചെയ്തിട്ട് മാറ്റില്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെയിനേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസ് കുറഞ്ഞിട്ടുണ്ടായിരിക്കണം. യു ഗൈസ് ആർ ഫ്രീ ഫ്രം ദാറ്റ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഫുൾ മൂൺ സീസണിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റോറി ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ലൈഫിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യമാണ്. നിങ്ങളുടെ പല കർമാസും ക്ലിയർ ചെയ്തു വരികയാണ്. ഓക്കെ, അല്ലെങ്കിൽ പല കർമാസിന്റെയും ഇന്റൻസ് കുറയാണ്. സോ നിങ്ങളുടെ വലിയൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുള്ള പല തലവേദനകളും നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലും കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്? എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പുതിയൊരു ഡയറക്ഷനിലേക്ക് വരുന്നത്? ഓക്കെ, സോ അഗെയിൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാണ് ടു ദ സക്സസ്. ഓൾറൈറ്റ്, സോ ലൈഫിലെ ചില കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ഈ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഗ്രേറ്റ് സക്സസ് ആണ്. നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ തുടങ്ങുന്ന ചില ഹാബിറ്റ്സ് ആയിരിക്കാം, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഫുൾ മൂൺ സീസണിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. സോ വരുന്നൊരു നെക്സ്റ്റ് ഫുൾ മൂൺ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സക്സസ്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാം. ഓൾറൈറ്റ്, സോ ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരിക, അത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആക്ഷൻ, കൂടുതൽ നിങ്ങൾ ആക്ഷൻ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതെന്താവും, എങ്ങനെയാവും, സക്സസ് ആവോ ഇല്ലയോ, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചില ആഗ്രഹത്തിന് വേണ്ടി, നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷന് വേണ്ടി എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമോ അതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, what you need to hear right now, it's a new chapter in your life. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും, ഓക്കെ, ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളുടെ ലൈഫിലും നിങ്ങളുടെ ഒരു പുതിയൊരു ചാപ്റ്റർ ആണ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ ചാപ്റ്റർ. ഇറ്റ്സ് ലൈക്ക് നമ്മള് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് വേറെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പാസ്സായി ആ ഒരു ടൈം ഉണ്ടല്ലോ, വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പോവുക. അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ എക്സ്പീരിയൻസ്, പുതിയ പ്ലേസ്, അങ്ങനത്തെ പല കാര്യങ്ങൾ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ വളരെ എക്സൈറ്റ്മെന്റ് നിറഞ്ഞിട്ടുള്ള ഒരു ജേർണി നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ചില ആളുകൾ ഒരു ന്യൂ ജേർണി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളാണ്. സോ മേ ബി ലൈക്ക് നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കാം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ കുറച്ച് ലേറ്റ് ഏജിൽ നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മിഡ് ഏജിൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ഒരു മിഡ് ഏജിലായിരിക്കാം നിങ്ങൾ കല്യാണം കഴിയുന്നുണ്ടായിരിക്കാം, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസ്, പ്രഗ്നൻസി ഇൻവോൾവ് ആവുന്നുണ്ട്. ചില ആളുകൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി. ഈ ഒരു ഫുൾ മൂൺ സീസണിൽ നിങ്ങൾ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ആയിരിക്കാം. അത് ചില ആളുകൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആണ്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ പല മെന്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ചേഞ്ച്
or blessing for you. All right, headache, തലവേദന, തല റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ തല ഇങ്ങനെ പുകയ്ക്കുന്ന ചില കാര്യത്തിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓവർ. അത് തീർന്നു. നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഇനി പുതിയ തലവേദനകളാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് ലൈഫിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഓരോ പ്രശ്നത്തിനും നമ്മൾ വരുന്ന സമയത്തും നമ്മൾ അത് സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇനി ഒരു പ്രശ്നത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് സിറ്റുവേഷൻ ഡീൽ ചെയ്യുക. റൈറ്റ്? സോ ഇപ്പം ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില തലവേദനകൾക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു വലിയൊരു തലവേദന ഇല്ലാണ്ടാവാണ്. ഓക്കെ, ബാധ്യത ഇറക്കി വെക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ വലിയൊരു ബാധ്യത നിങ്ങൾ ഇറക്കി വെക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ സിംഗിൾ പാരന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വലിയൊരു കടമ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ കുട്ടികൾക്കും ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തുള്ള വലിയൊരു കടമ ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഏറ്റവും വലിയ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഇനിയുള്ളൊരു ഏറ്റവും വലിയൊരു വഴിത്തിരിവിന് മുന്നോടിയായിട്ട് ചില വളരെ പ്ലസന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, കണ്ടുമുട്ടലുകള്, സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ ചില ആളുകളുമായിട്ട് നിങ്ങൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണക്ട് ചെയ്യും. ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരിക, നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ചില സൗഹൃദങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത്, ഈ ഒരു ജേർണിയിൽ, എസ്പെഷ്യലി ഈ ഒരു ഫുൾ മൂൺ സീസണിൽ നിങ്ങൾ കണ്ടുമുട്ടും. എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ അതേ വൈബ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സൗഹൃദങ്ങൾ, മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവന്റിന് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ചില ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് മുന്നേ അറിയുന്ന ആളുകളാണ്, ബെസ്റ്റ് ബഡീസ് ആണെന്നൊക്കെ തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ചില ആത്മബന്ധങ്ങൾ അല്ലെങ്കിൽ ആത്മസുഹൃത്തിനൊക്കെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയൊരു വഴിത്തിരിവാണ്. ഓക്കെ, സോ ഫൈനലി നിങ്ങൾ ലൈഫിൽ ഇറങ്ങി വരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പേടിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചിലതിലേക്ക് ഇറങ്ങി വന്നാൽ എന്താവും എന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് മാരേജ് ഒക്കെ കഴിക്കാൻ പേടിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു മാറ്റം വരുന്ന സമയത്ത് ഞാൻ എന്താവും, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എന്താവും, ജോബിന് പോകുന്ന സമയത്ത് എന്താവും, വീട് വിട്ടുപോയാൽ എന്താവും. ഇതൊക്കെ ചില ആളുകൾക്കുള്ള ബിഗ്ഗസ്റ്റ് ഫിയർ ആണ്, അല്ലെ? അവർക്ക് അത് എത്ര ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു പേടി അവർക്ക് ഉണ്ടാവും, ഒരു മാറ്റം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ. സോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തോ ഒരു ഫിയർ നിങ്ങൾ പോയി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇനീഷ്യലി നിങ്ങൾക്ക് സ്ട്രഗിളോ എന്തെങ്കിലും ഒരു ചലഞ്ച് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അത് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നൊരു ടാസ്ക് ആണ്. ഓക്കെ, സോ ഈ ഒരു ഫുൾ മൂൺ സീസണിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ട്. സോ മേ ബി ചില ആളുകൾ നിങ്ങളുടെ കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, പ്രഗ്നന്റ് ഒക്കെ ആവുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, പുതിയ ജോബിലേക്ക് വരുന്നതായിരിക്കാം, പുതിയ കംഫർട്ട് സോണിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, പുതിയൊരു സോണിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ചില ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന എങ്ങനെയായിരിക്കാം, നിങ്ങൾ ഓക്കെ ആയിരിക്കോ എന്നുള്ള കൺസേൺ ഒക്കെ ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ അവിടെ നിന്നൊക്കെ നിങ്ങളുടെ പല പല കംഫർട്ട് സോണിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് പുതിയ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ബ്രേക്ക് ത്രൂ. സോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചില കടമകൾ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. സോ ഫാമിലിക്ക് വേണ്ടി ഒരു നല്ലൊരു വീട് ഉണ്ടാക്കുക, നല്ലൊരു പ്ലേസിൽ നിൽക്കുക, നല്ലൊരു ജോബ് ഫോക്കസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ചില മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുക. ഇത് നിങ്ങളുടെ ഒരു കടമയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കടമയുടെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്തു തരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ അവിടെ ചില കാര്യങ്ങള്, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി, അതായത് ഒരു അസറ്റിനെ പറ്റി, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചില അസറ്റ് ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുന്നുണ്ട്, അതിൽ ചില പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത്, എന്തൊക്കെയാണോ മേ ബി ലൈക്ക് ഇപ്പൊ നിങ്ങളുടെ ഒരു വലിയൊരു കടമ, നിങ്ങൾ പാരന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കടമകൾ ഉണ്ടായിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്, എന്തെങ്കിലും കൺഫർമേഷൻ വേണം. ഓർ
ചില ആളുകൾക്ക് നിങ്ങൾ വേറെ പ്ലേസിലേക്ക് പോകാനുള്ള ഒരു പെർമിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, ഡേറ്റ് കൺഫേം ആവുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷന്റെ ഡേറ്റ് കൺഫേം ആവുന്നുണ്ട്. എന്തൊരു ഡേറ്റ്, ഒരു സ്പെഷ്യൽ ഡേറ്റ് കൺഫേം ആവുന്നുണ്ട്. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേറ്റ്, അതായത് നിങ്ങൾ വിദേശത്ത് പോകേണ്ട ഒരു ഡേറ്റ് ആയിരിക്കാം, നിങ്ങളുടെ മാരേജ് ഡേറ്റ് ആയിരിക്കാം, ഓർ എന്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഫുൾ മൂൺ സീസണിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു വഴിത്തിരിവാണ്. ഓക്കെ, ഒരു ന്യൂ ജേർണിയാണ്, ന്യൂ ചാപ്റ്റർ ആണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പല ഫിയറും, അഗൈൻ നിങ്ങളുടെ മെന്റൽ കോൺഫ്ലിക്ട്, നിങ്ങളുടെ ഫിയർ, യു ഗൈസ് ആർ ഫ്രീ ഫ്രം ദാറ്റ്. മാർക്ക് മൈ വേർഡ്. ഓക്കെ, ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത്ര കാലമായിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഒരു കാര്യത്തിനോടുള്ള പേടിയാണ്, അല്ലെ? അത് ചില ആളുകൾക്ക് ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു പേടിയാണ്. കല്യാണം കഴിക്കണോ, ജോലിക്ക് പോകണോ, വീട് വിട്ട് മാറി നിൽക്കണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരണോ, ഇങ്ങനത്തെ ഒരുപാട് പേടി, പല പല തരത്തിലുള്ള പേടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഈ ഫുൾ മൂൺ സീസണിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അതാണ്. നിങ്ങൾക്ക് എന്ത് മെന്റൽ കോൺഫ്ലിക്റ്റ് ആണോ ഇത്ര കാലമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്ത് ഫിയർ ആണോ ഇത്ര കാലമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. സഡൻ ആയിട്ടായിരിക്കാം. ഓക്കെ, സോ അത്ര കാലമായിട്ട് നിങ്ങളുടെ പേടി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചില സെക്കൻഡ്സിൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്, ചില സെക്കൻഡ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഈ ഒരു സിറ്റുവേഷന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ. അവെയർനെസ്. ചില കാര്യങ്ങൾ അവെയർ ആവുന്നത് നിങ്ങൾക്ക് ആളുകളിലാണ്. ചില ആളുകൾ നിങ്ങളെ തിരിച്ചറിയാണ്. ഓക്കെ, ചില ബഡീസിനെ നിങ്ങൾ തിരിച്ചറിയാണ്. ഓ, യു ആർ മൈ ഫ്രണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, വെരി സ്പെഷ്യൽ ഫ്രണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ട്ഷിപ്പ് ജേണിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ആരാന്നറിയില്ല, നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട് ഉണ്ടാവണം. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫുൾ മൂൺ സീസണിൽ. സോ ചില ആളുകൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട്, പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ റൊമാൻറ്റിക് സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, സോ അതാണ് നിങ്ങൾ ലൈഫ് പാർട്ട്ണറെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ അതാണ് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി പുതിയ ടാസ്ക് ആണ്, അല്ലെങ്കിൽ ഇനി പുതിയ കാര്യമാണ്, പുതിയ ആളുകളാണ്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് ചില സീരീസ് ഒക്കെ കഴിഞ്ഞു, നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ എൻഡായി, ഇനി പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതിന് നിങ്ങളും പ്രിപ്പയർഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരം കൂടെ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറിയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ പെയിൻ, സ്ട്രഗിൾ, ഇറ്റ്സ് ക്ലോസ്ഡ്. ആ ഒരു കർമ്മ തീരുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആണ്. അതാണ് നിങ്ങൾക്ക് ചില ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള വേദനകളൊക്കെ പോകുന്നത്. കാരണം ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആണ്. ചില സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ശരീരത്തിൽ ഉണ്ടാവുന്ന പെയിൻ, ഇതുപോലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്ന ഇമോഷണൽ, മെന്റൽ സിറ്റുവേഷൻ കൂടെ എഫക്ട് ചെയ്യുന്നതാണ്. റൈറ്റ്, സോ അങ്ങനത്തെ ഒരു സ്റ്റേജ് ചിലത് അങ്ങനെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം ക്ലോസ് ആവുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഈസിനെസ് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മൈൻഡും ശരീരവും പുതിയ രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് വരികയാണ്. അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ പുതിയൊരു ലൈഫ് സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. പുതിയൊരു ചാപ്റ്ററിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇവിടെ ഏറ്റവും ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് വരെ നിങ്ങളുടെ മെന്റൽ കോൺഫ്ലിക്റ്റ്, നിങ്ങളുടെ തല പൊക്കിച്ചിട്ടുള്ള കാര്യം എന്താണ്, ആളുകൾ, സിറ്റുവേഷൻ, പ്രോബ്ലംസ്, അതില്ല. നിങ്ങളെ പേടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, ഇത് ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ എങ്ങനെ അത് ഡീൽ ചെയ്യാൻ പോവും, നെക്സ്റ്റ് സെക്കൻഡിൽ എന്ത് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നേ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതുപോലെ, അത് മേ ബി നിങ്ങൾ കുറെ കാലമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള എന്തെങ്കിലും സ്ട്രഗിൾ ആയിരിക്കാം. സോ അതിന്റെ ഒരു ഇന്റൻസ് ഇല്ല, ഓർ അങ്ങനത്തെ ഒരു പ്രശ്നേ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത രീതിയിൽ ചില സിറ്റുവേഷൻസ് എൻഡ് ആവുന്നുണ്ട്, ഓർ ക്ലോസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ദിസ് ടൈം, ഈ ഫുൾ മൂൺ ടൈം, ഇന്ന് മുതൽ നിങ്ങൾ പുതിയ ചാപ്റ്ററിലേക്ക് വരാണ്. പുതിയ കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്, പുതിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, പുതിയ കൂട്ടുകെട്ടുകളാണ് അവിടെ ഉണ്ടാവേണ്ടത്, പുതിയ പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ എൻറ്റയർലി ഉണ്ടാവുന്ന ചില മാറ്റങ്ങള്, ചില ആളുകളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും.
ഓൾറൈറ്റ്. സോ എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് പേടി കൊണ്ട് ചെയ്യാണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ നിങ്ങൾ അത് ചെയ്യാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കുക. പിന്നെ അതിൽ നിങ്ങൾ എക്സ്പേർട്ടാണ്, പിന്നെ നിങ്ങൾ അതിൽ പിടിച്ചാൽ കിട്ടില്ല. ഓക്കെ, അത് ചില ആളുകൾക്ക് മാരേജ് ആണ്, റിലേഷൻഷിപ്പ് വേണോ വേണ്ടോ, ഞാൻ വരുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റുമോ, എനിക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ. ജസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിങ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.